അടുക്കുകയാണ്. പലയിടത്തും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പ്രവാസി വോട്ടുകൾ ഉറപ്പാക്കുവാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്? നാട്ടിലുള്ളവർ തൊട്ടടുത്തുള്ള ബൂത്തിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ രാജ്യത്തോട് സ്നേഹവും കൂറും പുലർത്തുന്ന ഒരു വിഭാഗം ജനത, പ്രവാസി ജനത, കയ്യിലുള്ള 10,000 എയർലൈൻസ് ഭീമന്മാർക്ക് നൽകിക്കൊണ്ട് വോട്ട് ചെയ്യാൻ അവർ ആയിരിക്കുന്നിടത്തു നിന്നും നാട്ടിലേക്ക് എത്തുകയാണ്. പ്രവാസികളോട് അകമഴിഞ്ഞ സ്നേഹം വെച്ചു പുലർത്തുന്നുവെന്ന് കാണിക്കുന്ന ഇന്നാട്ടിലെ സർക്കാരും പാർട്ടികളും എന്തുകൊണ്ടാവാം പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി നിലകൊള്ളാത്തത്? രാജ്യം ഓരോ തവണയും തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒന്ന് തന്നെയാണ് പ്രവാസികളുടെ വോട്ടവകാശ വിഷയം. ദീർഘകാലമായി ഈ വിഷയം സജീവമാണെങ്കിലും ഇതുവരേക്കും പ്രവാസികളുടെ ഈ ആവശ്യത്തെ യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. പ്രവാസികൾക്ക് വിദേശത്തു നിന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇത്തവണയുമില്ല. പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ വിമാനങ്ങൾ ചാർട്ട് ചെയ്തുകൊണ്ടും വലിയ തുക മുടക്കിയും നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ തന്നെയാണ് ഇക്കുറിയും പ്രവാസികളുടെ വിധി. ഇത്തരത്തിൽ പരമാവധി ആളുകളെ നാട്ടിലേക്ക് അയക്കുവാനുള്ള ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ചെലവ് വരുന്നൊരു കാര്യം കൂടിയാണിത്. ഗൾഫ് മേഖലയിൽ നിന്നും 20,000 പേരെങ്കിലും നാട്ടിലെത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ, വിമാന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. എന്നാൽ പ്രവാസികൾക്ക് വിദേശത്തു നിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം ഒരുക്കിയിരുന്നെങ്കിൽ അവർക്ക് തങ്ങളുടെ നല്ലൊരു തുക ലാഭിക്കാമായിരുന്നു എന്നത് തന്നെയാണ് സത്യം. 2003 പ്രവാസി വോട്ടവകാശം എന്ന ആവശ്യം ഏറ്റവും ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രവാസി ഭാരതീയ ദിവസം ആരംഭിച്ചതു മുതൽ തപാൽ ബാലറ്റുകളിലൂടെയോ പ്രോക്സി വോട്ടുകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ വോട്ടിങ്ങിലൂടെയോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം പ്രവാസികൾക്ക് നൽകണം എന്ന ആവശ്യം ശക്തമായി തന്നെ ചർച്ചകളിലേക്ക് കടന്നു വന്നിരുന്നതാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരുമാണ് പ്രധാനമായും മുൻകൈ എടുക്കേണ്ടത്. സുപ്രീം കോടതി പോലും ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടായില്ല. 2010 പാർലമെന്റ് പാസാക്കിയ ജനപ്രാതിനിധ്യ ഭേദഗതി നിയമം അനുസരിച്ച് മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടിയിട്ടില്ലാത്ത ഒരു ഇന്ത്യക്കാരന് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ആയി വിദേശത്ത് കഴിയേണ്ടി വരികയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പാസ്പോർട്ടിലെ അഡ്രസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾക്കൊള്ളുന്ന അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സമ്മതിദായക പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാം എന്നൊരവസ്ഥ കൈവരികയുണ്ടായി. എന്നാൽ വോട്ട് ചെയ്യുന്നതിന് പ്രസ്തുത വ്യക്തി നേരിട്ട് തന്നെ വരേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വൻ തുക മുടക്കി നാട്ടിൽ വരാൻ എല്ലാ പ്രവാസികൾക്കും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്നതാണ് സത്യം. 100 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വളരെ കുറച്ച് ആളുകളുടെ സമ്മതിദായക അവകാശ വിനിയോഗത്തെ കുറിച്ചുള്ള ആദികൾ ഗൗരവത്തിലെടുക്കേണ്ടെന്ന് കരുതുന്നവരും നമുക്കിടയിൽ തന്നെ ഉണ്ടാകാം. എന്നാൽ മാറിമറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൗരന്മാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ നിന്നും മാറി നിന്നാൽ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന ധാരാളം ഉത്തരേന്ത്യൻ സഹോദരന്മാരും ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതേസമയം ഗൾഫിൽ ജോലി ചെയ്യുന്ന മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ വോട്ടിംഗ് ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ഫിലിപ്പൈൻസുകാർക്ക് അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നിർമ്മിക്കുന്ന ഒരു ഡിജിറ്റൽ ബാലറ്റ് ആണ് അവർക്ക് ഇതിനായുള്ളത്. 6 മാസമെങ്കിലും വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുത്താൽ അവരെ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കും. അവരുടെ ഇമെയിൽ വിലാസങ്ങളിൽ ഈ ബാലറ്റ് ഇലക്ഷൻ ദിവസങ്ങളിൽ അയച്ചു കൊടുത്ത രഹസ്യ പിൻ നമ്പരും നൽകി ബാലറ്റിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇമെയിൽ വഴി തിരികെ അയക്കണം. ഈ രീതി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ വ്യക്തമായ തീരുമാനത്തിലെത്തുവാൻ അധികാരികൾ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം. അടുത്തിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വിദേശത്തു നിന്നും പേര് ഓൺലൈനായി ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റും തുറന്നിട്ട് ഇപ്പോൾ അത് പാടെ പ്രവർത്തനരഹിതമായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പ്രവാസി വോട്ടർമാർ നാട്ടിലെത്തി അപേക്ഷ സമർപ്പിച്ചാലും മിക്ക അപേക്ഷകളും തള്ളുന്നുവെന്ന വ്യാപക പരാതിയും നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ പ്രവാസികളെ കാണുമ്പോൾ സ്നേഹം തുളുമ്പുന്ന പാർട്ടികളും പാർട്ടിക്കാരും അവരെ ആവശ്യങ്ങൾക്ക് മാത്രം കൂടെ കൂട്ടുകയും അവരുടെ ആവശ്യങ്ങളിൽ തള്ളിക്കളയുകയുമാണോ ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടതായി തന്നെയുണ്ട്.